മറ്റു റിപ്പോർട്ടുകളിലേക്ക് പോകുമ്പോൾ ഗുരുവായൂരിൽ ഞാൻ നേരത്തെ പറഞ്ഞു, രാവിലെ നമ്മൾ ആ ദൃശ്യങ്ങളോടെയാണ് തുടങ്ങിയത്. അതായത് ക്ഷേത്രത്തിൽ ഇന്ന് നടക്കുന്നത് റെക്കോർഡ് വിവാഹങ്ങളാണ്. 354 വിവാഹങ്ങളാണ് ഇന്നത്തെ ദിവസം ഇവിടെ നടക്കുന്നത്. അവധി ദിവസമായതിനാൽ ഭക്തരുടെ വലിയ തിരക്കും ക്ഷേത്രത്തിലുണ്ട്. ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ വിനയൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ശരി, നന്ദഗോപാലിലേക്കാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. നന്ദഗോപാൽ അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് വിവരങ്ങൾ നൽകാനായി എത്തുന്നുണ്ട്. നന്ദഗോപാൽ, സ്വാഭാവികമായും ഒരു ഞായറാഴ്ചയാണ്, ഓണത്തിന് മുൻപുള്ള ഒരു ഞായറാഴ്ചയാണ്. പക്ഷേ ഇത്തരം ഞായറാഴ്ചകൾ മുൻവർഷങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തവണ റെക്കോർഡ് കല്യാണങ്ങൾ 354 വിവാഹങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. സ്വാഭാവികമായും ഇത്രയും വിവാഹങ്ങൾ ഒരു ദിവസം വരുമ്പോൾ നമുക്കറിയാം ഗുരുവായൂർ പോലെ ഒരു ക്ഷേത്രത്തിൽ ഭക്തരുടെ ദർശനം അല്ലാതെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഈ സമയക്രമീകരണങ്ങൾ, വിവാഹത്തിനുള്ള സമയം, ഭക്തരുടെ ദർശന സമയം, ഒപ്പം തന്നെ ട്രാഫിക്കും അതൊരു വലിയ പ്രശ്നമാണ്. എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ സജ്ജമാണോ? ജിൽസി, തീർച്ചയായും ഈ ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പൊതുവെ എപ്പോഴും തിരക്കുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ് ഇന്ന് ഈ ഒരു ഞായറാഴ്ച 354 വിവാഹങ്ങൾ നടക്കുന്നത്. അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിനത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ചിങ്ങമാസത്തിലെ അവസാന അവധി ദിവസമാണ്. ഓണത്തിന് മുൻപുള്ള അവസാന ഞായറാഴ്ചയാണ്. ഈ ചിങ്ങമാസത്തിലാണ് ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്ന ഒരു ദിവസം. അതുകൊണ്ട് തന്നെ ഈ ഒരു അവധി ദിനമായതിനാൽ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ ഇന്ന് തന്നെ നടത്തണമെന്നുള്ള ഒരു ആഗ്രഹം നിരവധി ആളുകൾക്കുണ്ട്. അങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രം ഇതിനൊരു വേദിയായത്, അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രം ഒരു റെക്കോർഡ് കല്യാണങ്ങൾക്ക് വേദിയായത്. 2017 അവസാനമായി ഇങ്ങനെ ഒരു റെക്കോർഡ് വിവാഹം ക്ഷേത്രത്തിൽ നടന്നത്. അന്ന് 277 വിവാഹങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അതൊക്കെ മറികടന്ന് 354 വിവാഹങ്ങൾ ഇതുവരെ ക്ഷേത്രത്തിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്ന് നടക്കുക. അപ്പോൾ അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി വരുത്തിയ മാറ്റങ്ങൾ, പൊതുവെ ക്ഷേത്രത്തിൽ 4 വിവാഹ മണ്ഡപങ്ങളാണ് ഇത്തരത്തിൽ വിവാഹങ്ങൾക്കായി സ്ഥിരമായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ അതിന് പകരമായി 2 വിവാഹ മണ്ഡപങ്ങൾ കൂടെ അധികമായി ഇവിടെ സജ്ജീകരിച്ചിട്ട് 6 വിവാഹ മണ്ഡപങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ 6 മണ്ഡപങ്ങളിലും ഒരേ സമയം ഇങ്ങനെ വിവാഹങ്ങൾ നടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വിവാഹത്തിന് ഏതാണ്ട് ഒരു 10 മിനിറ്റ് സമയം മാത്രമാണ് ആവശ്യമുള്ളത്. ആ ഒരു 10 മിനിറ്റ് സമയത്തിനുള്ളിൽ ഒരു സംഘത്തിന്റെ വിവാഹ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി അവർക്ക് ഇവിടെ നിന്ന് മടങ്ങാം. അങ്ങനെ ഈ 6 മണ്ഡപങ്ങളിലും കൃത്യമായി ഒരേ സമയം വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. ഈ പരിസരത്തും ഒപ്പം തന്നെ ഞാൻ നിൽക്കുന്ന ഒരു പ്രദേശത്തും, ഈ കിഴക്കേ നടയുടെ ഒരു പ്രദേശത്തൊക്കെ വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടാത്തത് ഈ ഒരു ക്രമീകരണം, കൃത്യമായ ഒരു ക്രമീകരണം നടന്നതുകൊണ്ടാണ്. ഈ പൊതുവെ ഈ ഭാഗത്തു കൂടിയാണ് പുറമേ നിന്നും ക്ഷേത്രത്തിൽ തൊഴാൻ എത്തുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ആളുകൾ, പുറമേ നിന്നും തൊഴാൻ എത്തുന്നവർക്ക് മറ്റൊരു വഴി സജ്ജീകരിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇവിടെ തിരക്ക് വ്യക്തമാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി ആളുകൾ ഈ പുറത്ത് നിൽക്കുന്നുണ്ട്. അവർക്ക് മറ്റൊരു വഴിയിൽ കൂടെ ക്ഷേത്രത്തിന്റെ പുറത്ത് ദീപസ്തംഭത്തിനെത്തി തൊഴുത് മടങ്ങാൻ പറ്റും. അങ്ങനെ കൃത്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയത് കൊണ്ട് മാത്രം വലിയ തിരക്കില്ലാതെ എല്ലാ വിവാഹ സംഘങ്ങൾക്കും കൃത്യമായി ഇവിടെ നിന്നും ചടങ്ങുകൾ പൂർത്തിയാക്കി മടങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുറമെ ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപത്തായി ഒരു പ്രത്യേക പന്തൽ ഒരുക്കിയിട്ടുണ്ട്. അവിടെയാണ് ഈ വിവാഹ സംഘങ്ങൾ എത്തി ടോക്കൺ വാങ്ങി കാത്തിരിക്കുന്നത്. അവിടെ നിന്നും സമയമാവുന്നതിനനുസരിച്ച് ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം വഴി ഈ വിവാഹ പന്തലിലേക്ക് എത്തും. തുടർന്ന് വിവാഹ ചടങ്ങുകൾ പൂർത്തിയാക്കി കിഴക്കേ നടക്ക് സമീപത്തു കൂടെ പുറത്തേക്ക് പോകണം. അങ്ങനെയാണ് ഇവിടെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഭക്തരുടെ ഒരു വലിയ തിരക്ക് കൂടെ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലും കൂടെ ഭക്തർക്ക് കൃത്യമായി തടസ്സങ്ങളൊന്നുമില്ലാതെ ദർശനം നടത്താനുള്ള ഒരുക്കങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ മറ്റു ചില ചടങ്ങുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ വിവാഹങ്ങളൊക്കെ പൂർത്തിയാവണം. 12 മണിയോടുകൂടി പൂർണ്ണമായും വിവാഹങ്ങളൊക്കെ തന്നെ അവസാനിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി നന്ദഗോപാൽ, എന്തായാലും 12 മണിയോടുകൂടെ തന്നെ വിവാഹ ചടങ്ങുകളൊക്കെ അവസാനിക്കും. 354 വിവാഹം എന്ന റെക്കോർഡ് വിവാഹമാണ് ഇന്നിപ്പോൾ ഗുരുവായൂരിൽ നടക്കുന്നത്. അത് ഭംഗിയായി തന്നെ നടക്കുന്നു. ക്രമീകരണങ്ങളൊക്കെ വളരെ വൃത്തിയായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് അവിടെ നിന്ന് നന്ദഗോപാൽ റിപ്പോർട്ട് ചെയ്തത്.